നമസ്കാരം കേട്ടോ. എന്തുണ്ട് വിശേഷങ്ങള്? എല്ലാം സുഖം തന്നെയല്ല. അപ്പൊ ഇന്ന് ഞാൻ തുടങ്ങാന്ന് വിചാരിച്ചു. മറ്റുള്ളവരൊക്കെ ഭയങ്കര ബിസിയാ. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് നേരം വൈകി. ഇപ്പൊ 9 മണിയായി. ഇനി മെല്ലെ മെല്ലെ പിക്കപ്പായി വരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ വെറുതെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇന്ന് ഇക്കബാലയിലെ ഏറ്റവും നല്ല സ്ഥലത്തേക്കാണ് കൊണ്ടുപോകാൻ പോണത്. തുഫന്താക് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ നിങ്ങളുണ്ടാവില്ലേ? ഉണ്ടാവണം കേട്ടാ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ അങ്ങോട്ട് തെറിക്കുക എന്നുള്ള പരിപാടിയിലാണ്. ഇവിടെ ചെറിയൊരു ഓട്സ് ഹെൽത്തി ഫുഡ് എന്നാണ് പറയണത്, നമ്മുടെ പൊണ്ടാട്ടി. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഇന്ന് ഇവിടെ നിന്നിട്ട് വിട്ടു പോകും. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിവിടെ തെറിക്കും. അപ്പോൾ നിങ്ങളും വന്നോളട്ടെ. അതാ മറ്റാൾ നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഓക്കെ. അപ്പോൾ പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയില്ല കേട്ടോ. അപ്പോൾ വരിക. ഇത് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇതാ പഴ ഇടുന്നു ഓട്സിലേക്ക്. ഇന്ന് ഓട്സാണ് ഞങ്ങളുടെ ഭക്ഷണം. അപ്പോൾ ഗൈസ് നമ്മൾ തുഫാന്താക് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേബിൾ കാറും സംഭവങ്ങളൊക്കെ, സ്കീയിങ്ങും ഉണ്ട്. മുകളിലേക്ക് നമ്മൾ കേബിൾ കാറിൽ വേണം പോകാൻ. അപ്പോൾ അവിടെ നമുക്ക് മഞ്ഞൊക്കെ കാണാനായിട്ട് പറ്റും. ലെറ്റ്സ് ഗോ. ആക്ച്വലി ഇവിടെ റിസോർട്ടിന്റെ ആണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വന്നാലും ഇതൊക്കെ പൈസ കൊടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാം. നമുക്ക് കേറാം. അപ്പൊ നമ്മളുടെ കേബിൾ കാർ വന്നു. ഞങ്ങളെല്ലാരും കയറി. അപ്പൊ ആദ്യത്തെ സ്റ്റേഷനിലെത്തി. ഓരോരുത്തരെ ഇറക്കുക. അപ്പൊ ഓരോ സ്റ്റേഷനിലും ഓരോ വ്യൂസുകളാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേഷനിലെത്തി. നമുക്ക് അവിടെ എന്തോ അവിടെ കുറച്ച് മലനിരകളുണ്ട്. നമുക്ക് അത് കാണാൻ പോവാം. ഈ മഞ്ഞിനേക്കാൾ അടിപൊളി മഞ്ഞുണ്ട്. നമ്മൾ ജസ്റ്റ് 2 ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പൊ അടുത്തേക്ക് കയറാൻ പോകണട്ടാ. പാട്ട് സ്കീയിങ്കാർക്ക് മാത്രമുള്ളതാണ്. നമുക്ക് കേബിൾ കാറാണ്, അതിലാണ് പോകേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുൾ സ്നോ ആണ്. അതുപോലെ തന്നെ കുറച്ച് അഡ്വഞ്ചർ ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെ
ടയറിൻ്റെ സംഭവത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരിക, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ സ്നോ സ്വിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ സ്നോ ആണ്. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും കേബിൾ ഇറക്കി പോയി നമ്മൾ തിരിച്ച് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പോകാൻ പോവാണ്. സോ അപ്പോ നമ്മള് ഇറങ്ങി പോരുകയാണ്. നമ്മുടെ കേബിൾ കാറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാരും ക്ഷീണിതരായി. ഉച്ചക്ക് 3 മണിയായി, ഫുഡ് കഴിച്ചിട്ടില്ല. 3 അല്ല 4 ആയി. പിന്നെ തണുവും കൂടി അടങ്ങി. അപ്പൊ അതെല്ലാം കൂടി ഞങ്ങൾ ഒന്ന് എന്നാലും നൈസായിരുന്നു. മോളില് നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തു, കുറെ ഫോട്ടോസ് എടുത്തു. ഇനി ഒരു ചിന്തയുള്ളൂ, ഫുഡ് അടിക്കുക. ഡണ്ണർ ഇവിടെ ഒരു വില്ലേജ് ആണ് കാണുന്നത്. കണ്ടാ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അടുത്തുള്ള ഒരു റെസ്റ്റോറന്റ് തന്നെയാണ്. എന്താണ് സൊയൂക്ക് ബുലാക്ക്, ഫേമസ് റെസ്റ്റോറന്റ് ആണെന്നാണ് പപ്പ പറഞ്ഞത്. സൊയൂക്ക് ബുലാക്ക്. അപ്പൊ നമുക്കിതിന്റെ ഉള്ളിലേക്ക് ഒരു പൊളി വൈബ് റെസ്റ്റോറന്റ് ആണിത്. സൊയൂക്ക് ബുലാക്ക് എന്നാണ് ഈ റെസ്റ്റോറന്റ് പേര്. ഇവിടെ വന്നിട്ട് ഇത് കാണാണ്ട് പോകരുത്. അങ്ങനത്തെ ഒരു കിടിലം വൈബുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. നമുക്ക് പാർക്ക് ചെയ്യാം. കൂട്ടിക്കൊണ്ടുപോവാണ്. ഇതാണ് റെസ്റ്റോറന്റ്. നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. ലെറ്റ്സ് ഗോ. ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പൊളി വൈബാണ്. Okay. We will come. അപ്പൊ ഈ റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫാമിലിക്ക് ഓരോ ഹട്ടുകളായിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ പുഴ ഒഴുകി പോകുന്നുണ്ട്, ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ അതുപോലെ വീല്, അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് ആണ്. ഫോട്ടോയ്ക്ക് പറ്റിയ സ്ഥലമാണ്. ക്രിസ്മസ് പാപ്പയും ഏഞ്ചലൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് ഇരിക്കാനുള്ള പരിപാടികളാണ്. ഗുഡ്. അപ്പൊ ഞങ്ങൾ ഇതിലിരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ഇരിക്കാനുള്ള സ്ഥലം. ഇവിടുന്ന് വെള്ളം പൂണ് കാണാം. ഇപ്പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവിടെയും വെള്ളം ഫുൾ വൈബാ. ഓക്കെ, വന്നു. നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. ചിക്കൻ സൂപ്പ്. ഇതാ മറ്റേ സാധനം. പേരുകളൊന്നും അറിയില്ല. ഇവിടെ മെനൂസിൽ എല്ലാത്തിന്റെയും ഫോട്ടോസും ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കിയിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. മാറി ചൂടുണ്ട് ചൂടുണ്ട്. അതുകൊണ്ട് ഈ മരപ്പലകയിലാണ് വെച്ചിരിക്കുന്നത്. ലാമ്പല ചിക്കൻ, ദേശി ചിക്കൻ. അത് ഒരു പ്രത്യേക ടേസ്റ്റ്. എന്തോ സാധനം കിണ്ടില്ലേ, വെള്ള സാധനം. Let me try this mutton leg. The chicken piece. Wow, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഡോൾമയുടെ വീഡിയോ എടുക്കാൻ തുറന്നിട്ട് ഡോൾമ. ഓ ഡോൾമ. മട്ടനാ സൂപ്പർ. അതായത് പുതിയ കാണിച്ചാ ആപ്പിള്, പിന്നെ നല്ല പുളിയൊക്കെ നല്ല സംഭവം.
കല്ലില് ചിക്കൻ ഉണ്ടോ പോലെ നല്ല ലാസ്റ്റ് നമ്മള് ഒരു അസറി ചായയും കൂടിയും കുടിച്ചിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. നമ്മുടെ ക്ലാസ് കാട്ട് ഫുഡൊക്കെ കഴിഞ്ഞു. നമുക്ക് ബില്ലായത് 130 മന്നത്താണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും അടിപൊളി വ്യൂസും വൈബും ഫോട്ടോസിന് പറ്റിയ പ്ലേസും. പിന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഫുഡും അടിപൊളിയാണ്. പിന്നെ എന്താ പറയാ, ഇങ്ങനെ ഒരു പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഇരുന്ന് പതുക്കെ സംസാരിച്ച് ഇരുന്ന് കഴിക്കാം. അങ്ങനത്തെ ഒരു വൈബാണ്. തണുപ്പുണ്ട്, ഉള്ളിലിരിക്കുമ്പോൾ കുഴപ്പമില്ല. ഉള്ളിലെ ഹീറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഭയങ്കര തണുപ്പ്. നമുക്ക് ഇനി ഫോട്ടോസ് കുറച്ചുണ്ടാവും. നമ്മൾ ഉച്ചക്ക് കയറിയതാണ്. 4 മണിക്ക് കയറിയതാണ്. ഒരു 7:30 ആയിട്ടുണ്ട്. നമ്മൾ അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല വൈബായിരുന്നു. ആൻഡ് അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പോവാണ്. നാളെ നമ്മള് ഒരു സ്ഥലം പോകുന്നുണ്ട്. അതൊരു സർപ്രൈസ് ആണ്. അത് നടക്കില്ലേ നമുക്ക് ഇപ്പൊ അറിയില്ല. നാളെ നമുക്ക് എന്തായാലും പോയി നോക്കി കണ്ടുപിടിക്കണം അത്. അപ്പോൾ അത് നാളത്തെ ഒരു സർപ്രൈസ് ആണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോക്ക് എല്ലാവരും സ്റ്റേ ട്യൂൺ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സന്തോഷം, നമുക്ക് എല്ലാവർക്കും ഒരു ആത്മസന്തോഷം.